ഗൈസ് ഞങ്ങൾ ഇന്നൊരു അമ്പലത്തിൽ പോവാണ്. ഞാൻ ഇതുവരെ പോയിട്ടില്ല അമ്പലത്തേക്ക്. ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു അമ്പലമാണ്. അവിടുത്തെ പ്രധാന വഴിപാട് എന്ന് പറയുന്നത് അവിടെ കുറേ വിളക്കുകളുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ കത്തിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എണ്ണയും തിരിയും തീപ്പെട്ടിയൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് കടയിൽ തിരിയോ ഒരു രണ്ട് കെട്ടുന്നു. തീപ്പട്ടി അകത്ത് വേണ്ടേ? കോൺഫിഡൻസ് ഒക്കെ ഏതൊക്കെ വഴി കൂടെ പോവാ. അമ്മമ്മേന്റെ വീട് അതിന്റെ താഴെ അവസാനം ഞങ്ങൾ ബോർഡ് കണ്ടു. ഓൾ കറക്റ്റ് വഴിയിൽ തന്നെ എത്തിച്ചു. ഹെൽമെറ്റ് ഊരണ്ടേ? ഞാൻ പിന്നെ അത് എടുക്കാൻ വന്നോളൂ. അത് മറന്നുണ്ട് ഹെൽമെറ്റ് വരണം. ഇതൊക്കെ ഒരു റബ്ബറും തോടിയാണ് അല്ലേ? ഈ സമയത്തൊന്നും ഇവിടെ ആരും കാണാൻ. എന്ത് കാട്ടുന്നു? ഇവിടേക്ക് കേട്ടിടാമോ? ഒരു മാല അപ്പുറത്ത് സ്റ്റെപ്പ് ഉണ്ടടി. അപ്പുറത്തോ? ഈ സ്റ്റെപ്പ് കയറാൻ ഓളിന് അപ്പുറത്ത് കൂടെ കൊണ്ടുവന്ന്. അമ്മേ ഇത്ര സ്റ്റെപ്പ് കയറണോ? ഇവിടേക്ക് വണ്ടി വരില്ലേ? ഇവിടെ നിന്നിട്ട് കാണുന്നുണ്ടോ? അത് ഞങ്ങൾ ഇത്ര എങ്ങാണ്ട് പോയിട്ടൊന്നും കാര്യമില്ല. 4 സ്റ്റെപ്പ് വരപ്പിക്കും ഞാൻ കിതയ്ക്കാൻ തുടങ്ങി. ഞാൻ എനിക്ക് കുറച്ചുകൂടി ജീവനുണ്ട്, ആരോഗ്യമുണ്ട്. അയം ഭയങ്കര ഇതൊക്കെ ഇത്ര സ്റ്റെപ്പ് ഉണ്ട്. ഗൈസ് ഓൾ തളർന്നു ഗൈസ്. പാവാടിക്കൊക്കെ വന്നാൽ എങ്ങനെ കയറാ? ചുരിദാർ ഇട്ടിട്ട് തന്നെ കയറാൻ വയ്യ. മറ്റേ സിനിമയിലല്ലേ ഷാരൂഖ് എടുത്തോണ്ടോ ദീപിക്കാനെടുത്ത് പയനല്ലേ? വണ്ടി ഇവിടെ സ്റ്റെപ്പ് ഉണ്ടായിരുന്നില്ല. ഞങ്ങളൊക്കെ കുന്ന് കയറിപ്പോയിണ്ട്. റബ്ബറും കോട്ടോ ഇത് കൂടി എങ്ങനെയാണ് കയറുക? ഇതേപോലെ തന്നെ കയറാൻ ഒരു വഴി ഉണ്ടാവില്ലേ? ആൾക്കാർ നടന്നു കുറച്ച് കുന്നൊക്കെ വെട്ടിത്തെളിച്ച നമ്മളെ അമ്പലത്തിൽ എത്താറായിട്ടുണ്ട്. കാണിച്ചു തരാം. ഞങ്ങൾ കയറിയ സ്റ്റെപ്പ് കണ്ടോ? അങ്ങോട്ട് പിടിക്കും കൊറ്റന. നല്ല രസമാണ് ഗൈസ്. അമ്പലം പണ്ടി അമ്പലം ഇത്രയൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ കണ്ട വയസ്സ് കുന്ന് കയറിയപ്പോഴേക്ക് ഞങ്ങളൊക്കെ വേർത്ത് കുളിച്ചു. നമുക്ക് ഞങ്ങൾ തൊഴുതട്ടെ. ഇതിൻ്റെ ഉള്ളിലേക്ക് കയറ്റാൻ പാടില്ല. അപ്പം ഞങ്ങൾ തൊഴുതിട്ട് വിളക്കത്തിച്ചിട്ട് ഞങ്ങൾ വീഡിയോ ആയിട്ട് ഞങ്ങൾ എണ്ണയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് ഗൈസ്. തീപ്പെട്ടി അവിടെ കുറേ വിളക്കുണ്ട്. അപ്പം നമുക്കത് കത്തിക്കാന്ന് പോലെ പറയുന്നത്. നമുക്ക് വിളക്കൊക്കെ കത്തിക്കാം. നമ്മൾ കൊണ്ടുവന്ന കുറച്ച് എണ്ണയുള്ളൂ. പക്ഷേ എണ്ണ വെച്ചിട്ട് നമ്മളിതൊക്കെ കത്തിക്കാൻ പോവാണ് ഗൈസ്. ഇവിടെയൊക്കെ ആൾക്കാർ വിളക്കത്തിച്ച എണ്ണകളാണ് കേട്ടോ. ഓക്കെ ആരുമില്ല, പൂജാരിയില്ല, ആരുമില്ല.
ഗൈസ്, ഈ അമ്പലത്തിനെ കുറിച്ച് ഒരുപാട് കഥകൾ നമുക്ക് നാട്ടുകാർ പറഞ്ഞു തരും കേട്ടോ. അതായത് അതിലൊരു കഥയാണ് ഇവിടുത്തെ ഈ പാറേനെ കുറിച്ചുള്ള കഥ. അതായത് ഒരു മുത്തശ്ശി വന്നിട്ട് അവിടെ ഇരുന്ന് പാറ പോലായി എന്നൊക്കെയാണ് ആ കഥ. പിന്നെ ആ കാണുന്ന പാറ ഇങ്ങനെ രണ്ടായിട്ട് പിളർന്ന് കിടക്കുന്നതിന് പിന്നിലൊരു കഥയുണ്ട്. പണ്ട് ആരോ പാറ പൊട്ടിക്കാൻ വേണ്ടി വന്നപ്പോൾ ആ പാറയുടെ ഉള്ളിൽ നിന്ന് വെള്ള കളറുള്ള ആന പറന്നുപോയി എന്നൊക്കെയാണ് കേട്ടോ നാട്ടുകാർ പറയണേ. പോവാണ് ഞങ്ങൾ തൊഴുത് ബസ്സിനൊക്കെ ഞങ്ങൾ തന്നെ എടുത്ത്. ഒരു കുത്തനുള്ളൊരു ഇറക്കാത്തത് പണ്ടുണ്ടല്ലോ ഈ സ്റ്റെപ്പൊന്നും ഉണ്ടായിരുന്നില്ല. തോട്ടത്തിൻ്റെ ഉള്ളിൽ കൂടെ എന്താ ആൾക്കാർ നടന്ന് അവിടെ അങ്ങനെ ഒരു വഴിയായിണ്ടായിരുന്നു. എവിടെ? ഇപ്പഴത്തെ തോന്നുന്നുണ്ട്. ഞാൻ കുട്ടിയാകുമ്പോ വന്നതാണ്. അന്ന് തോന്നുന്നു അങ്ങനെ കേറുമ്പോ ഞാനന്ന് യുകെജിയിലോ 5 വയസ്സ്. അപ്പൊ എങ്ങനെയാണ് കേറുക? ഞാനും അമ്മയും കൂടെ കേറി. ഞാൻ പണ്ടേ ഇങ്ങനെ പൊട്ടിത്തെറിച്ചോണ്ടായതുകൊണ്ട് ഞാൻ പാഞ്ഞു കയറി. പക്ഷെ വയസ്സായവർക്കൊന്നും ഇവിടേക്ക് വരാൻ പറ്റൂല. ഈ കുട്ടികളുള്ള അമ്മമാര് അവർക്കൊക്കെ ഗതികേടാവില്ല വരാനും. കുട്ടികളെയൊക്കെ എടുത്ത് വരലൊക്കെ പാടാ. ഞങ്ങൾ ഇത്ര സ്റ്റെപ്പ് ഇറങ്ങി അവൾ പാഞ്ഞിറങ്ങുന്നു. ഭയങ്കര എനർജി നിൽക്കണ്ട കേട്ടോ. സ്കൂട്ടി ഞാൻ ഉന്തി കൊണ്ടുവരും. ഞങ്ങൾ തിരിച്ചിറങ്ങി. ആ ബോർഡുള്ളവിടെ തന്നെ ഞങ്ങൾ തിരിച്ചെത്തിയിട്ടുണ്ട്. എവിടെയാണ് അമ്മമ്മേൻ്റെ വീട്? ചോന്നമണ്ണൊക്കെ തെച്ച വീട് പറഞ്ഞത്. തിരിച്ചു പോവാണെങ്കിൽ അമ്മമ്മ വീട്ടിൽ പോയിട്ട് അമ്മമ്മ വീട്ടിൽ പോകണ്ട്. അമ്മമ്മ അല്ല കേട്ടോ അവിടെ. വീട് മാത്രമേ ഉള്ളൂ. വീട് കട്ടിത്തരാം. പറ്റുമോ നോക്കട്ടെ. പണി കിടക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞു. അവിടെ എന്താ പണി? അമ്മമ്മയ്ക്ക് പെര പാസ്സായിട്ടുണ്ട്. പെര പാസ്സായിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്തായാലും പോയോക്കാം. പണ്ടത്തെ വീടല്ലേ. എങ്ങനെ ചുവന്ന മണ്ണ് തേച്ച് ഓലൻ അമ്മമ്മയും അമ്മച്ചനും കൂടെ ഉണ്ടാക്കിയെടുത്തൊരു വീടാണത്. ഓല് ഒറ്റയ്ക്ക്. പരിസരത്ത് ഓലും ഇപ്പം ഇല്ല. പണ്ടത് ഓലപ്പരയായിരുന്നു. പിന്നെയാണ് അത് ഓടിട്ടതും കൂടെ. അപ്പൊ നമുക്ക് പോയി കണ്ടോക്കാം. ഞാനിവിടെ ചെറുപ്പത്തിൽ വന്നത് എനിക്ക് ഇവിടുന്നാണ് അമ്മയൊക്കെ പഠിച്ച നിലയിലെത്തിയത്. ഇതാണോ വീട്? പുതിയത് അമ്മ ഇത്ര ചെറിയ വീടില്ലേ. എനിക്ക് അത്ഭുതം തോന്നുന്നു. ഇതൊക്കെ ഓടി ഉണ്ടാക്കിയതാണ്. അമ്മമ്മയും അമ്മച്ചനൊക്കെ ജീവിച്ചിരുന്നത്. ഇപ്പൊ അവർക്ക് ഇവിടെ പെരപ്പണി നടക്കുന്നു. ഈ കിണറ് അമ്മയും അമ്മച്ചനും കൂടെ കുത്തിയതാ. ഈ കിണറോ? സത്യം തന്നെയല്ലേ? അങ്ങനെയൊക്കെ പറയണേ ഞാൻ വിശ്വസിക്കുന്നു. കാര്യമായിട്ടടി റിങ് ഇട്ടത്. ആദ്യം റിങ്ങൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ മഴക്കുള്ള വീട് 50 വർഷത്തിനടുത്ത് കേൾക്കണ്ടാവും. അവളെ അമ്മമ്മ വീടിന്റെ വഴി അവക്കെന്നെ അറിയില്ല. ഒന്നും അറിയില്ല. വേറെ ആളെ വഴി വെച്ചപ്പോ അതും അറിയാം. ഒക്കെ അറിയാം. പക്ഷെ പകുതി എത്തുമ്പോ ആൾക്കാരോട് നിൽക്കണം.